ഹലോ ഗൈസ്, അപ്പം ഇന്ന് കുനാഫട്ട് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ സേമിയാണ് കേട്ടോ വേണ്ടത്, കനമുള്ളത് എടുക്കരുത്. ഇത് നമുക്ക് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇത് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വറുത്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ വെള്ളമോ പാലോ ഒന്നും ഒഴിച്ച് വേവിക്കുന്നൊന്നുമില്ല. അത് കാരണം ഇത് നല്ലപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല വറുത്തെടുക്കണം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര, പിന്നെ 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി, നമ്മളെ കറണ്ട് പോയിട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നമുക്കത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിലേക്കൊരു ക്രീം ഉണ്ടാക്കണം. അതിന് 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ച്, 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, അടുപ്പ് ഓണാക്കണ്ട കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചാൽ മതി. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇനി അടുപ്പിൽ വെക്കാം. പാല് തിള വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും.
ഇതിലേക്ക് കുറച്ച് വനില എസൻസ് ഒഴിക്കും. കുറച്ച് ഇലാച്ചിപ്പൊടി, ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പിട്ട് എന്നിട്ടത് റെഡിയായി. മതി, റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മേലേക്ക് ബാക്കിയുള്ള സേമിയ കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് നമുക്ക് അവിടെ വെക്കാം മേലെ ഗാർണിഷ് ചെയ്യാം. ഒന്ന് മെല്ലെ ഇങ്ങനെ പരത്തി കൊടുക്കാം, നല്ല പ്രസ് ചെയ്യണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാളികേരം, കുറച്ച് മതിട്ടോ, ഒരു ടേസ്റ്റിനാണ്. നാളികേരക്കാൻ വേറെ ടേസ്റ്റ് വരും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ക്രീം റെഡിയാക്കാനുണ്ട്. കുറച്ച് ഫ്രഷ് ക്രീം എടുക്കുക. കുറച്ച് പഞ്ചസാര പൊടിച്ചത്, കുറച്ച് കണ്ടൻസ് മിൽക്ക്, ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള സേമിയ ഇനി സെൻട്രലായിട്ട് കുറച്ച് നാളികേരം. നമ്മുടെ കുനാഫ റെഡി ആയിട്ടാണ്. കുനാഫ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം.